ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടുള്ള പൂവട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് അത് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ പൊടിയിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു തവി വെച്ചിട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സാക്കി എടുക്കാം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്, അപ്പോൾ നമ്മുടെ മാവ് ലൂസായി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള എടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇന്ന് തവി മാറ്റി വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണോ അത്രയും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മാവ് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ബോൾസ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾക്ക് തേങ്ങ ചിരകിയിട്ട് പഞ്ചസാരയും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇവിടെ തേങ്ങ ചിരകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഈ തേങ്ങയും പഞ്ചസാരയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടിങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മമാരുടെ ബാക്ക് കൂടെ ചെന്നിട്ട് ഓരോ പിടി വാരിയിട്ട് ഓടും. അന്നും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും പഞ്ചസാരയും മിക്സ് ആക്കിയത്. ഇന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ പണ്ടൊക്കെ അമ്മിയിലായിരുന്നല്ലോ തേങ്ങ അരച്ചിരുന്നത്. അമ്മിയിൽ തേങ്ങ അരക്കണതിൻ്റെ ഇടയിൽ ഓരോ പിടി വാരിയിട്ട് പോവുക, ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ പിന്നെ ആരും അമ്മിയിലൊന്നും തേങ്ങ അരക്കാറില്ലല്ലോ, പൊതുവെ ഒക്കെ മിക്സിയിലല്ലേ. അടുത്തത് നമുക്ക് നമ്മുടെ ഒരു പത്തിരി പ്രസ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഇത് പരത്തിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കൊന്ന് മടക്കിയെടുക്കാം. ചില ആളുകൾ ഈ പൂവടയുടെ അച്ചിലിട്ടിട്ട് മടക്കിയെടുക്കാറുണ്ട്. ഞാനിവിടെ കൈകൊണ്ടാണ് ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റാട്ടോ പൂവട. ചില ആളുകൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവർ തേങ്ങയും ശർക്കരയും വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതും ഭയങ്കര ടേസ്റ്റാണ്. ചില ആളുകൾക്ക് ശർക്കരയും തേങ്ങ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് പഞ്ചസാര ഇഷ്ടമായിരിക്കും. എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ ആവിക്ക് വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് എടുത്ത് വേവിച്ചാൽ മതി, പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പൂവട റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ല ചൂട് കട്ടൻ ചായയും അതിൻ്റെ കൂടെ പൂവടൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുക. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചൂട് കട്ടൻ ചായയും കൂടി കുടിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.